സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി എൻ ശേഷാദ്രിനാഥനെ നിയമിക്കുന്നതിനെതിരെ പരസ്യ വിമർശനവുമായി രംഗത്തെത്തിയ KPCC ജനറൽ സെക്രട്ടറി PM നിയാസിനെതിരെ കോഴിക്കോട് DCC മുൻ അധ്യക്ഷൻ KC അബു PM നിയാസ് ഉയർത്തുന്നത് അനാവശ്യ വിവാദമാണെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റിനെ നിയമിക്കാൻ കഴിയില്ലല്ലോ എന്നും KC അബു വ്യക്തമാക്കി. തന്നെക്കാൾ എത്രയോ കാലം കഴിഞ്ഞു വന്ന 4-5 പേർ കോഴിക്കോട് നിന്നും MLA-മാരായത് ദഹിക്കാത്തതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് തനിക്ക് മനസ്സിലാകും. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ചാലപ്പുറം ഡിവിഷൻ BJPക്ക് കിട്ടാൻ കാരണം അവിടെ PM നിയാസ് മത്സരിക്കാത്തത് കൊണ്ടാണെന്നുള്ള ആരോപണവും KC അബു ഉന്നയിച്ചിട്ടുണ്ട്. ആദ്യം KC അബുവിന്റെ പ്രതികരണം കാണാം. ഇത്തരത്തിലുള്ള ഉന്നത പോസ്റ്റുകളിൽ ആളെ നിശ്ചയിക്കുമ്പോൾ ഞങ്ങൾ KPCC ഭാരവാഹികളോട് അങ്ങനെ ഒരു ഡിസ്കഷൻ നടത്തി, ചർച്ച നടത്തി ഒന്നും നിയമിച്ചതായി എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ ഓർക്കുന്നില്ല. നമ്മളുടെ എല്ലാ കണക്കുകൂട്ടുകൾക്കും പ്രതീക്ഷകൾക്കും അപ്പുറമുള്ള ഒരു വിസ്മയം എന്ന് പറയാവുന്ന ഒരു വിജയം ജനങ്ങൾ നൽകിയിരിക്കുകയാണ്. നല്ല തുടക്കമാണ് ഈ ഗവൺമെൻറ് ഭാഗത്തുണ്ടായിട്ടുള്ളത്. അതൊന്നും ഞാൻ രാഷ്ട്രീയം പറയുന്നില്ല. അപ്പോൾ ഈ സമയത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എടുത്ത് ആവശ്യമില്ലാത്ത വിവാദങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ശരിയല്ല. വേണ്ടാത്ത വിവാദങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലത് ആരായാലും. വിവരങ്ങളുമായി റിയാസ് KMR ചേരുന്നുണ്ട്. റിയാസ്, എന്തായാലും ഒരു പരസ്യ വിമർശനമാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. വിശദാംശങ്ങൾ എങ്ങനെയാണ്? സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി എൻ ശേഷാദ്രിനാഥനെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിനെതിരെ KPCC ജനറൽ സെക്രട്ടറി PM നിയാസ് പരസ്യ വിമർശനം നടത്തിയിരുന്നു. ആ പരസ്യ വിമർശനം നടത്തിയതിനെയാണ് അതിരൂക്ഷമായ ഭാഷയിൽ കോഴിക്കോട് DCCയുടെ മുൻ അധ്യക്ഷനായിട്ടുള്ള കോൺഗ്രസിന്റെ സംസ്ഥാനത്ത് തന്നെ മുതിർന്ന നേതാക്കളിൽ ഒരാളായിട്ടുള്ള KC അബു വിമർശിച്ചിരിക്കുന്നത്. അതായത് PM നിയാസ് ഉയർത്തിയത് അനാവശ്യ വിവാദമാണ് എന്ന് തുറന്നടിച്ചിരിക്കുകയാണ് KC അബു. മാത്രമല്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി കോൺഗ്രസിന്റെ മണ്ഡല പ്രസിഡന്റുമാരെ ഒന്നും നിയമിക്കാൻ കഴിയില്ലല്ലോ എന്നുകൂടി അദ്ദേഹം വ്യക്തമാക്കുന്നു. അങ്ങനെ ഈ ഉന്നത പദവികളിലൊക്കെ നിയമനം നടത്തുമ്പോൾ നേരത്തെയും KPCCയുടെ ചർച്ച നടത്തുന്ന ഒരു കീഴ്വഴക്കമൊന്നും ഇല്ല. കാരണം താൻ K കരുണാകരന്റെയും ഒപ്പം തന്നെ AK ആന്റണിയുടെയും ഉമ്മൻചാണ്ടിയുടെയും കാലഘട്ടത്തിൽ KPCCയിൽ പദവികൾ വഹിച്ചിട്ടുള്ള ആളാണ്. അന്നൊന്നും ഇത്തരത്തിൽ നിയമനം നടത്തുമ്പോൾ KPCCയിലുള്ളവരോട് ചർച്ച നടത്തുന്ന ഒരു പ്രവണതയില്ല. പിന്നെ എന്തിനാണ് ഇപ്പോൾ ഇത് വിവാദമാക്കുന്നത്? VD സതീശൻ സർക്കാരിന്റേത് നല്ല തുടക്കമാണ്, ഈ സമയത്ത് ആവശ്യമില്ലാത്ത വിവാദമാണ് ഉണ്ടാക്കുന്നത്, അത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ രൂക്ഷമായ മറ്റൊരു ആരോപണം കൂടി അദ്ദേഹം ഉന്നയിക്കുന്നു. ഓരോരുത്തരുടെ മാനസികാവസ്ഥയിൽ കാണിക്കുന്ന വികൃതിയാണിത്. തന്നെക്കാൾ എത്രയോ കാലം കഴിഞ്ഞു വന്ന 4-5 പേർ MLA ആയത് ഉൾക്കൊള്ളാനുള്ള ബുദ്ധിമുട്ട് അത് തനിക്ക് മനസ്സിലാവും. അത്തരമൊരു ബുദ്ധിമുട്ട് തനിക്കും ഉണ്ട്. എന്നാൽ അത്തരം കുഴപ്പം കൊണ്ട് പറയുന്ന ഒരു കാര്യമായിട്ടാണ് നിയാസിന്റെ പ്രസ്താവനയെ താൻ കാണുന്നത് എന്ന് പറയുന്ന KC അബു മറ്റൊന്നുകൂടി ചോദിക്കുന്നുണ്ട്. ഈ ചാലപ്പുറം ഡിവിഷൻ, അതായത് കോഴിക്കോട് കോർപ്പറേഷനിലെ ചാലപ്പുറം ഡിവിഷൻ, കോൺഗ്രസിന്റെ ഒരു കാലഘട്ടത്തിലെ ശക്തി കേന്ദ്രമായിരുന്ന ചാലപ്പുറം ഡിവിഷൻ ഇത്തവണ BJP പിടിക്കാനുള്ള ഒരു പ്രധാന കാരണം PM നിയാസ് ആ വാർഡിൽ മത്സരിക്കാത്തത് കൊണ്ടാണ്. നേരത്തെ ആ വാർഡിനെ പ്രതിനിധീകരിച്ച് അവിടെ നിന്ന് കൗൺസിലർ ആയ ആളാണ് PM നിയാസ്. അദ്ദേഹം ഇത്തവണ അവിടെ നിന്ന് മത്സരിച്ചില്ല, പകരം മറ്റൊരിടത്തേക്ക് മാറി മത്സരിച്ചു. അതിന്റെ ഫലമായി ആ 2 ഇടങ്ങളും മാത്രമല്ല അതിന്റെ പരിസരങ്ങളിലുള്ള ഇടങ്ങൾ പോലും UDFന് നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായി. PM നിയാസ് ചാലപ്പുറത്ത് മത്സരിച്ചിരുന്നു എങ്കിൽ അയ്യൂബ് അവിടെ റിബൽ ആകുമായിരുന്നില്ല, അവിടെ മണ്ഡലം പ്രസിഡന്റ് ആയിരുന്ന അയ്യൂബ് റിബൽ ആകുമായിരുന്നില്ല. അങ്ങനെയായിരുന്നെങ്കിൽ ഒരുപാട് സീറ്റുകൾ UDFന് ലഭിക്കുമായിരുന്നു. കോഴിക്കോട് മേയറുടെ കൊടിവെച്ച കാറിൽ സഞ്ചരിക്കാനുള്ള അവസരം നിയാസ് തന്നെ കളഞ്ഞു കുളിച്ചതാണ്, അത് മറക്കരുത്. മാത്രമല്ല, ഇപ്പോൾ കോൺഗ്രസുകാരെ സംബന്ധിച്ച് അനാവശ്യ വിവാദത്തിനൊന്നും കോൺഗ്രസുകാർക്ക് താല്പര്യമില്ല. 10 വർഷത്തിന് ശേഷം ലഭിച്ച ഒരു ഭരണമാണ്, അതിന്റെ ഒരു സന്തോഷത്തിലാണ് കോൺഗ്രസുകാരെല്ലാവരും ഉള്ളത്. അതുകൊണ്ട് തന്നെ നേതാക്കൾ, താനടക്കമുള്ള നേതാക്കൾ അല്ലെങ്കിൽ നിയാസിനെ പോലുള്ള നേതാക്കൾ അതിനപ്പുറം വലിയ പദവികൾ കൈപ്പിടിയിൽ ഒതുക്കാനുള്ള ഒരു അവസരമായി അതിനെ കാണരുത്. വേണ്ടാത്ത വിവാദങ്ങൾ ആർക്കായാലും നല്ലതല്ല എന്നുകൂടി പറയുകയാണ് KC അബു. KC അബുവിന്റെ ഈ പ്രസ്താവന ഇന്ന് കാലിക്കറ്റ് പ്രസ് ക്ലബിൽ നടന്ന സുജനപാൽ അനുസ്മരണ സമിതിയുടെ ഒരു സമ്മേളനം, അതിന്റെ ഭാഗമായുള്ള ഒരു വാർത്താ സമ്മേളനം നടന്നിരുന്നു. ആ സമ്മേളനം 3-നാണ് നടക്കാനിരിക്കുന്നത്. ഈ മാസം 3-ന് വൈകിട്ട് 3-ന് കോഴിക്കോട് DCC ഓഫീസിൽ നടക്കുന്ന സമ്മേളനം
സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അതിനിടെ നമ്മൾ ചോദിച്ച ഒരു ചോദ്യത്തിന് മറുപടിയായിട്ടാണ് ഈ KC അബു ഇത്തരം ഒരു പ്രസ്താവന നടത്തിയത്. ഈ പ്രസ്താവന ഏറെ പ്രസക്തമാകുന്നത് PM നിയാസ് മുഖ്യമന്ത്രിയുടെ നടപടിക്കെതിരെ പരസ്യ വിമർശനം ഉന്നയിച്ചിട്ടും കോൺഗ്രസിലെ ഒരു നേതാക്കൾ പോലും നിയാസിനെതിരെ പറഞ്ഞിട്ടില്ല എന്നുള്ളിടത്താണ് KC അബുവിന്റെ ഇപ്പോഴത്തെ ഈ പ്രസ്താവന ഒരു ഏറെ പ്രസക്തമാകുന്നത്. അതായത് PM നിയാസിന്റെ പ്രസ്താവനയ്ക്കെതിരെ പരസ്യമായി പ്രതികരിക്കാൻ കോൺഗ്രസിനകത്ത് നിന്ന് ഇത് ആദ്യമായിട്ട് ഒരാൾ വന്നിരിക്കുന്നു. അത് KC അബു ആണ്. കോഴിക്കോട് DCCയുടെ മുൻ അധ്യക്ഷനാണ് എന്നുള്ളതാണ് ഈ വാർത്തയെ ഏറെ പ്രസക്തമാക്കുന്നത്. ശരി, വ്യക്തമാണ്. എന്തായാലും ഒരു പരസ്യമായ വിമർശനമാണ് നടത്തിയിട്ടുള്ളത്. വിശദാംശങ്ങൾ നൽകിയത് റിയാസ് KM ആണ്.